കുറെ പേർക്ക് ഇങ്ങനെ മെസ്സേജ് കൊടുക്കണ്ട്, നീ പൈസ ഒന്നും അയച്ചു കൊടുക്കല്ലേ എന്ന്. അപ്പോഴത്തേക്കും എന്തായി, കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഹലോ ആൻഡ് ഹായ് എവരിവൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ജുളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ഓൺലൈൻ തട്ടിപ്പിൽ പെടുമ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോയതിന് ശേഷമാണ് നമ്മൾക്ക് മനസ്സിലാകും നമ്മൾ തട്ടിപ്പിൽ പെട്ടുവെന്ന്. സാധാരണ രീതിയിൽ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ പറയാത്തൊരു കാര്യമാണ് വീഡിയോ ഷെയർ ചെയ്യുന്ന കാര്യം. പക്ഷേ ഈ വീഡിയോ കാര്യത്തിൽ അങ്ങനെയല്ല. പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ വീട്ടുകാർക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, പ്രത്യേകിച്ച് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എന്നാൽ ഫോൺ ഉപയോഗിച്ച് അത്ര പരിചയമില്ലാത്ത ആളുകൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ആളുകൾ എല്ലാ തരത്തിലുള്ളവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും കുഴിയിൽ ചെന്ന് ചാടുന്നത് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് സാമാന്യമായിട്ടുള്ള അറിവ് ഇല്ലാത്തവർക്കാണ്. ഇനി സാമാന്യമായി അറിവുള്ളവരെണ്ടും പെടുന്നുണ്ട് കേട്ടോ. എൻ്റെ കഴിഞ്ഞിടയ്ക്ക് ഉണ്ടായ ഒരു സംഭവത്തിൽ എൻ്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്തിൻ്റെ ഒരു ബന്ധു, അവർ വളരെ ഇൻ്റലിജൻ്റ് ആയ ഒരു വ്യക്തിയാണ്. വളരെ ഉയർന്ന നിലയിൽ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുള്ള വളരെ ഇൻ്റലക്ച്വൽ ആയ വ്യക്തിയാണ്. ആ വ്യക്തിയുടെ വാട്സപ്പ് അക്കൗണ്ട് സമാനമായ രീതിയിൽ ഹാക്ക് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബുദ്ധിമാന്മാരാണെന്ന് വിചാരിക്കും, നമ്മൾ സ്മാർട്ടാണെന്ന് വിചാരിക്കുമ്പോഴും നമ്മളെക്കാൾ മുന്നേ ചിന്തിച്ച് നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ ഹാക്ക് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ എങ്ങനെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യും? ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നതിന് മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കൺസൾട്ടൻ്റ് ആണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനാണ് കൺസൾട്ടൻസി കൊടുക്കുന്നത്. പ്രധാനമായിട്ടും ബാങ്കിങ്, ഇൻഷുറൻസ്, വെൽത്ത് ആൻഡ് അസറ്റ് മാനേജ്മെൻറ്റ് പോലുള്ള കമ്പനികളുടെ പ്രോസസ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഫ്രോഡുലൻസ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഫ്രോഡുലൻസ്, സാമ്പത്തികമായിട്ട് ആളുകൾ പറ്റിക്കുന്ന, തട്ടിപ്പെടുത്തുന്ന പരിപാടി. അതേപോലെ സൈബർ സെക്യൂരിറ്റി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ വളരെ അടുത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ചെയ്യുന്ന പല പാറ്റേണുകൾ നമുക്ക് നേരത്തെ തന്നെ സെൻസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. എന്നിരുന്നാൽ തന്നെ അബദ്ധങ്ങൾ പറ്റില്ല എന്നല്ല, പക്ഷെ പല നമുക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യാനേ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ഇത്തരം തട്ടിപ്പുകളിൽ പെടാതെ നോക്കാം. അതിനുവേണ്ടി അമൃതയ്ക്ക് ഈ അടുത്തുണ്ട അനുഭവം, സോഷ്യൽ മീഡിയയിൽ അമൃത പബ്ലിഷ് ചെയ്ത അനുഭവമാണ് തട്ടിപ്പിൽപ്പെട്ട അമൃതയിൽ നിന്ന് പൈസ പോയി. ആ അനുഭവം നമ്മളിവിടെ ആദ്യം കേട്ടതിന് ശേഷം അത് എങ്ങനെയാണ് സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്നത്, എങ്ങനെ ഇതൊക്കെ ഒഴിവാക്കാം, എങ്ങനെ ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകൾ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അമൃതയുടെ അനുഭവം കേട്ടു നോക്കാം. ഒരു ദിവസം ഞാൻ സ്റ്റുഡിയോയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്, ബിന്ദു എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര പൊക്കമുള്ള ഒരു ചേച്ചി. ബിന്ദു ചേച്ചിയുടെ ഫോണിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വരുവാണ്, എനിക്ക് വാട്സാപ്പിൽ കേട്ടോ. അപ്പം ചേച്ചിയുടെ ഫോണിൽ നിന്ന് മെസ്സേജ് വന്നിരിക്കുകയാണ്, എനിക്ക് ഒരു 45,000 റുപ്പീസ് വേണം, എമർജൻസി ആണ്, എൻ്റെ UPIക്ക് എന്തോ പ്രശ്നമുണ്ട്, ഈ നമ്പറിലേക്ക് ഇടാൻ പറഞ്ഞിട്ട്. അപ്പം എനിക്കാണെങ്കിൽ ആ സമയത്ത് കറക്റ്റ് എൻ്റെ അക്കൗണ്ടിൽ 40,000 രൂപ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് മെസ്സേജ് തരാം. അപ്പം ഞാൻ ഒന്നാമത് സ്റ്റുഡിയോയിലാണ്. എന്നിട്ട് ചേച്ചി പറഞ്ഞു 1 മണിക്കൂറിൽ ഇട്ട് തരാമെന്ന്. അപ്പം ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാൻ മെസ്സേജ് അയച്ചു, ചേച്ചി എനിക്ക് ഇന്ന് EMI കട്ടുള്ളതാണ് കേട്ടോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇറ്റ്സ് ഓക്കെ, ഞാൻ 1 അവറിൽ വേഗം തന്നെ അയക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ സ്റ്റുഡിയോയിലായതുകൊണ്ട് ഫോൺ വിളിച്ച് ചോദിക്കാനും പിടിക്കാനൊന്നും നിന്നില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ചേച്ചിയുടെ UPI വർക്ക് ചെയ്യണില്ല, ഈ ഒരു ഐഡിയിലോട്ട് ഇടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അപ്പം തന്നെ പൈസ 45,000 അങ്ങനെ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ സ്റ്റുഡിയോയിൽ ചിരിച്ചിരിക്കുന്ന ഒരു സെൽഫി അയച്ചു കൊടുത്തു. അപ്പോൾ ചേച്ചി അപ്പം തന്നെ മെസ്സേജ് വന്നു, താങ്ക് യു. അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത മെസ്സേജ് വന്നു, ഒരു 30,000 കൂടെ ഇടുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ ചേച്ചിയുടെ വീഡിയോ കോൾ വിളിച്ചു. എൻ്റെ പൈസ ഉണ്ടായിരുന്നില്ല അയക്കാൻ. ഞാൻ തന്നെ അപ്പം തന്നെ വീഡിയോ കോൾ വിളിച്ചപ്പോഴത്തേക്കും വീഡിയോ കോൾ കട്ട് ചെയ്തു. അപ്പം ഞാൻ വേഗം ചേച്ചീനെ നോർമൽ കോൾ വിളിച്ചപ്പോൾ ചേച്ചി അവിടെ കിടന്ന് ഭയങ്കര കരച്ചില്ല. അമ്മൂ, എൻ്റെ ഫോൺ, എൻ്റെ വാട്സപ്പ് ആരാണ്ട് ഹാക്ക് ചെയ്തു, കുറേ പേർക്ക് ഇങ്ങനെ മെസ്സേജ് കൊടുക്കണ്ട്, നീ പൈസ ഒന്നും അയച്ചു കൊടുക്കല്ലേ എന്ന്. അപ്പോഴത്തേക്കും എന്തായി, കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും അവരുടെ കയ്യിലുള്ള പൈസ പോയി റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിക്കവർ ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇതുവരെയായിട്ട് ഞാൻ അറിയുന്നത് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല പൈസ എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത്? അതിപ്പോൾ ഓൾറെഡി അമൃത വിശദീകരിച്ച് കഴിഞ്ഞ് ഇവർക്കൊരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് അനുസരിച്ച് ഇവർ റിയാക്ട് ചെയ്ത്, ഇവരുടെ റിലേറ്റീവിൻ്റെ മെസ്സേജ് ആയിരുന്നു, അതനുസരിച്ച് പൈസ അയച്ചു കൊടുത്തു. പിന്നീട് മനസ്സിലായത് ബന്ധുവിൻ്റെ വാട്സപ്പ് അക്കൗണ്ട് ഹാക്ഡ് ആയതാണ്. അപ്പോൾ അങ്ങനെ ഇവരെ കോൺടാക്ട് ചെയ്ത് പൈസ അടിച്ചു മാറ്റിയതാണ്. ഇപ്പോൾ ഇതിനകത്ത് 3 കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത്, എങ്ങനെയാണ് ഈ വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ആവുന്നത്, പിന്നെ എങ്ങനെയാണ് ഹാക്കായ അക്കൗണ്ടിൽ ഇവർ പ്രവർത്തിക്കുന്നത്, ഇനി ഹാക്കായതിനു ശേഷം സംഭവിക്കാനുള്ള 3 കാര്യങ്ങൾ, നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. എങ്ങനെയാണ് വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക്ഡ് ആവുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, പ്രൈമറി ഹാക്കിംഗ് എന്ന് പറയുന്നൊരു കാര്യമാണ്. ഇത് ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി നമ്മളിതിനെ സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഫിഷിംഗ്, വിഷിംഗ് എന്നൊക്കെ പറയും. അതായത് നമ്മളുടെ ആക്ടിവിറ്റീസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് എന്തിനോടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ആ കാര്യങ്ങൾ അനുസരിച്ചുള്ളൊരു മെസ്സേജോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളോ നമുക്ക് അയച്ചു തരാം. അത് ഇമെയിലായിട്ട് വരും, SMS ആയിട്ട് വരും, വാട്സപ്പ് മെസ്സേജ് ആയിട്ട് വരും, ഒരു ഫോൺ കോൾ ആയിട്ട് വരും. അതിനനുസരിച്ച് നമ്മളെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യിപ്പിക്കുക.
അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന നമ്മൾക്ക് ഒരു എമർജൻസി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്ത് കൊടുക്കുക. ഇതാണ് രീതി. ഈ പ്രൈമറി ഹാക്കിംഗ് നടക്കുന്നത് പ്രധാനമായിട്ടും നിങ്ങളുടെ ഫോൺ നമ്പർ അവരുടെ കയ്യിൽ ലഭിക്കുന്നത് വഴിയാണ്. അങ്ങനെ ലഭിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ബിഗ് ഡാറ്റ എന്നൊക്കെ പറയുന്ന പല കമ്പനികളും നമ്മളുടെ കോൺടാക്ട് ഇൻഫർമേഷൻസ് ഒക്കെ അവരുടെ കയ്യിലുണ്ട്. അവരിത് സെല്ല് ചെയ്യാറുണ്ട്. നിങ്ങളുടെ ഫോൺ നമ്പർ എങ്ങനെ ലീക്കായി പോകുന്ന ഇവരുടെ അടുത്തേക്ക്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഹിമാലയത്തിലേക്ക് ഒരു ട്രിപ്പ് പോകണം, ഒരു ബൈക്ക് ട്രിപ്പ് പോകണം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നേരെ പോയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഈ ട്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ആരൊക്കെയാണ്, എങ്ങനെയാണ് ട്രിപ്പ് പോകേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്യും. ഇതേ സംഭവം നിങ്ങളുടെ ഫോണിൻ്റെ ടെമ്പററി ക്യാഷ് മെമ്മറിയിലൊക്കെ സേവ്ഡ് ആയി കിടക്കുന്നുണ്ട്. അത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആപ്പുകൾക്ക് റീഡ് ചെയ്യാൻ പറ്റും. അപ്പം പറയുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾ എന്താ സെർച്ച് ചെയ്യുന്നുള്ളത്, ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന വെബ്സൈറ്റ്, അവർക്കൊക്കെ നിങ്ങളുടെ ക്യാഷിലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന എല്ലാം വേറൊരാൾക്കാർ കാണുന്നുണ്ട് എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് നിങ്ങൾ ഉടൻ തന്നെ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, വേടാ ഞാൻ ഇപ്പോൾ സെർച്ച് ചെയ്തേ ഉള്ളൂ ഹിമാലയൻ ട്രിപ്പിനെ കുറിച്ച്, ദാണ്ടെ ഫേസ്ബുക്കിൽ മൊത്തം ഹിമാലയൻ ട്രിപ്പിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് വരുന്നു. നിങ്ങളുടെ ഈ സെർച്ച് ടേംസ് മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ചുള്ള അഡ്വർടൈസ്മെന്റ് നിങ്ങളിലേക്ക് അയക്കുകയാണ് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ചില വെബ്സൈറ്റുകൾ, സോഷ്യൽ മീഡിയ സൈറ്റുകളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ ഹിമാലയൻ ട്രിപ്പിന് നിങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ ചിലപ്പോൾ ഒരു 50,000 രൂപ ചിലവ് ഉണ്ടെന്ന് വിചാരിക്കുക. പെട്ടെന്ന് കാണുകയാണ് 10,000 രൂപയ്ക്ക് ഹിമാലയത്തിൽ പോയി വരാം എന്ന് കാണുമ്പോൾ നിങ്ങൾ ഉടനെ അതിനകത്ത് അട്രാക്റ്റഡ് ആവും. അല്ലേ, കൊള്ളാലോ എന്ന് വിചാരിച്ച് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, മിക്കവാറും ആ ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നത് നിങ്ങളുടെ ഫോൺ നമ്പർ ആയിരിക്കും. പലരും മണ്ടത്തരം കാണിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആ കമന്റിൽ തന്നെ കൊണ്ടുപോയി ഫോൺ നമ്പറും ഇമെയിലൊക്കെ ഇടുന്നത്. ഇതൊരു പബ്ലിക്കായ പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ആർക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ചൂണ്ടിയെടുക്കാം. ഇനി അതല്ല, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫോം ഉണ്ടാകും. ആ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും ഓട്ടോമാറ്റിക്കലി സ്റ്റോർ ആക്കി കിടക്കുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഫോം സബ്മിറ്റ് ചെയ്യുന്നതോടെ ഈ ഇൻഫർമേഷൻ ഇവരിലേക്ക് പോകും. ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ അടുത്ത ചെയ്യുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കും. ഇതാണ് ട്രിപ്പിന്റെ ഡീറ്റെയിൽസ്, ക്ലിക്ക് ചെയ്യുക. ഞാൻ പറയുന്ന എല്ലാ ട്രിപ്പ് പ്രൊവൈഡേഴ്സും ഇങ്ങനെ ഫ്രോഡായിട്ട് പരിപാടി നടത്തുന്നതല്ല. ഈ ഫ്രോഡൽസ് നടത്തുന്നവരെ ഇതൊക്കെ ഒരു സാധ്യതയായിട്ട് ഉപയോഗിക്കുന്നുവെന്നാണ്. അപ്പോൾ നിങ്ങളുടെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നു, നിങ്ങൾ ഇൻഫർമേഷൻ ചോദിച്ചനുസരിച്ചിട്ട് ഇതാണ് ഇൻഫർമേഷൻസ്, ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ഡീറ്റെയിൽസ് കാണാമെന്ന് പറയുന്നു. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ പോകുന്നൊരു പേജ് നിങ്ങളുടെ ബേസിക് ഇൻഫർമേഷൻസ് കൊടുക്കാനായിരിക്കും. നിങ്ങൾ ഓൾറെഡി ഫോൺ നമ്പർ കൊടുത്തെങ്കിലും ഇവരോട് വീണ്ടും നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിക്കും. ഇവിടം മുതലാണ് നിങ്ങൾ ട്രാപ്പിൽ പെടാൻ പോകുന്നത്. നിങ്ങൾ ആ ഫോൺ നമ്പർ കൊടുക്കുന്നു. ഇതിന് ബാക്ക്ഗ്രൗണ്ടിൽ സംഭവിക്കുന്നത്, നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഈ ഫോൺ നമ്പർ ഓൾറെഡി ഇവരുടെ ഈ തട്ടിപ്പ് നടത്തുന്ന പരിപാടികളുണ്ട്. അവർക്ക് ഒരുപാട് ഏജൻസ് ഉണ്ട്, ഈ ഫോണായിട്ടിരിക്കുന്നവർ. അവരുടെ അടുത്തേക്ക് ഈ ഇൻഫർമേഷൻ ചെല്ലും. നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത ഇൻഫർമേഷൻ ചെല്ലും. ദേ ഗെറ്റ് അലേർട്ട്. കാരണം അവരുടെ ഡേറ്റാബേസിലുള്ള നമ്പർ, ആ നമ്പർ ഒരാൾ ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഉടൻ തന്നെ അവർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്പർ വെച്ചിട്ട് ഒരു വാട്സപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങളിവിടെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരൊരു മെസ്സേജ് പോപ്പ് കാണിക്കും, ഒരു OTP നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇവർ വാട്സപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഫോൺ നമ്പർ കൊടുത്തതിന് ശേഷം ക്ലിക്ക് ചെയ്യും. വാട്സപ്പിൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ്സാണ് OTP അയച്ചു കൊടുക്കുക എന്നുള്ളത്, മെസ്സേജായിട്ട് OTP അയച്ചു കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾ വിചാരിക്കും ഇത് നിങ്ങൾ ഈ ട്രാവൽ പോകുന്ന ഉദ്ദേശിച്ച വെബ്സൈറ്റിൽ നിന്ന് വന്ന OTP ആണെന്ന് വിചാരിച്ചിട്ട് ആ OTP കോപ്പി ചെയ്തതിന് ശേഷം ഇതിൽ സബ്മിറ്റ് ചെയ്യും. സത്യത്തിൽ അത് വാട്സാപ്പിൽ നിന്ന് അയച്ച OTP ആയിരിക്കും. ഇപ്പോഴത്തെ ഒരു ഫീച്ചർ അനുസരിച്ചിട്ട് ക്വിക്ക് ആക്സസ് ആണ് നമ്മുടെ ഫോണിലുള്ളത്. നമ്മളുടെ മെസ്സേജ് മെയിലിൽ പോപ്പപ്പ് ചെയ്യുമ്പോഴേക്കും OTP ജസ്റ്റ് ടച്ച് ചെയ്ത് കോപ്പി ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഫുൾ ആ മെസ്സേജ് വായിച്ച് നോക്കുക പോലും ഇല്ല. അത് വാട്സാപ്പിൽ നിന്ന് വന്ന മെസ്സേജാണോ, വെബ്സൈറ്റിൽ നിന്ന് വന്ന മെസ്സേജാണോ, ബാങ്കിൽ നിന്ന് വന്ന മെസ്സേജാണോ എന്ന് നോക്കാതെ നേരെ കോപ്പി ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യും. ഈ സബ്മിറ്റ് ചെയ്യുന്ന OTP നേരെ പോകുന്നത് ഈ ഹാക്കേഴ്സിൻ്റെ അടുത്തേക്കാണ്. അവർ ആ OTP ഇൻസേർട്ട് ചെയ്യുന്നു, നിങ്ങളുടെ വാട്സാപ്പ് ഹാക്ക് ചെയ്യുന്നു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ വാട്സാപ്പ് വേറെ അക്കൗണ്ട് ഇൻസ്റ്റാൾ ആയിട്ട് കാണിക്കും. അവരവിടെ നിന്ന് നിങ്ങളുടെ മറ്റ് ഡിവൈസിൽ നിന്ന് ലോഗൗട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ വാട്സാപ്പിൽ നിന്ന് ലോഗൗട്ടായി പോകും. ഇതൊരു രീതി. മറ്റൊരു രീതി നിങ്ങൾ ജാവ എന്ന സിനിമയിൽ കണ്ടിട്ടുണ്ടാകും അല്ലേ, കൂപ്പൺസ് വഴി ആൾക്കാർ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ചില മാളുകളിൽ വെരിഫൈഡ് ആയ സെല്ലേഴ്സ് ആയിരിക്കും അവിടെ സമ്മാന കൂപ്പണൊക്കെ സെല്ല് ചെയ്യുന്നത്. പക്ഷെ അതേസമയം നിങ്ങളിപ്പോൾ ഒരു ഫെയറിന് പോയി, ഒരു കാർണിവലിന് പോയി, ഉത്സവത്തിന് പോയി, അവിടെയൊക്കെ ചിലപ്പോൾ ആളുകൾ ചില ടെൻ്റൊക്കെ അടിച്ചിരുന്നിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഫോൺ ഇൻഫർമേഷൻ തരിക, നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കിടപ്പുണ്ടാകും. നമ്മളെന്ത് ചെയ്യും, വെറുതെ ഇടുന്ന സമ്മാനമല്ലേ, വെറുതെ പേരും ഫോൺ നമ്പറും കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ കൊണ്ട് ഫോൺ ഇൻഫർമേഷൻ കൊടുക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കൊരു മെസ്സേജ് നമ്മളുടെ ഫോണിൽ വരും. എന്ത് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്, നിങ്ങൾ പങ്കെടുത്ത ബെമ്പറിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടി, ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പറയും.
നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും, അവർ വീണ്ടും ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചോദിക്കും, നമ്മൾ ഫോൺ നമ്പർ കൊടുക്കും, അത് അവർ ആ ഫോൺ നമ്പർ ഉപയോഗിച്ച് ഒരു വാട്സപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. അതിനുശേഷം OTP അയച്ചിട്ടുണ്ട്, അത് ഷെയർ ചെയ്യാൻ പറയും. വാട്സാപ്പിൽ വരുന്ന OTP എടുത്തിട്ട് നമ്മൾ ഇവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും, നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യും. ഇങ്ങനെ ഒരുപാട് രീതികളുണ്ട് നിങ്ങളെ പറ്റിക്കാൻ പറ്റുന്നത്. നിങ്ങൾ എന്താണോ സെർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ആക്ടിവിറ്റിയിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് അതിനെ ഒബ്സർവ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്കൊരു പർട്ടിക്കുലർ മെസ്സേജ് വരുന്നത്. ഇങ്ങനെയാണ് ഒരു അക്കൗണ്ട് പ്രൈമറിലി ഹാക്ക് ആവുന്നത്. ഇതായിരിക്കണം ഒരു പക്ഷിയുടെ ബന്ധുവായ ബിന്ദു എന്ന് പറയുന്ന ആൾക്ക് സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവരൊരു സെക്കൻഡറി ഹാക്ഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. എങ്ങനെയാണ് സെക്കൻഡറി ഹാക്കിംഗ് സംഭവിക്കുന്നത്? ഒരാളുടെ ഒരു വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഡാറ്റ ചാറ്റൊക്കെ റീസ്റ്റോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ എൻ്റെ ഫോണിൽ ഇത് ഡിസേബിൾ ചെയ്തിരിക്കുന്നത് കാരണം എൻ്റെ പേഴ്സണൽ യൂസിന് ഡേറ്റ റിക്കവറി ആവശ്യമില്ല. അതേസമയം ബിസിനസ് യൂസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ആവശ്യമുണ്ട്. അവിടെ നമ്മളത് എനേബിൾ ചെയ്തത്. നിങ്ങളിടക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാം, ഇടയ്ക്ക് ഒരു 2 വീക്സ് അല്ലെങ്കിൽ ഒരു 1 മന്ത് ഒക്കെ കഴിയുമ്പോഴേക്കും ബാക്കപ്പ് എടുക്കണോ എന്ന് ചോദിച്ചിട്ട് ഒരു പോപ്പപ്പ് വരും. അപ്പോൾ അതിനകത്ത് നെബർ എന്ന ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഡ്രൈവിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ബാക്കപ്പ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ. ഞാൻ നെവർ എന്ന ഓപ്ഷൻ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. അത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ അടിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫോണിൽ ഈ സെറ്റിങ്സ് ബാക്കപ്പ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് പോയിട്ട് റിക്കവർ ചെയ്യാം, ചാറ്റുകളെല്ലാം റിക്കവർ ചെയ്യാം. അങ്ങനെ റിക്കവർ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ആരൊക്കെയായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടോ ആ ചാറ്റുകളെല്ലാം റിക്കവർ ചെയ്ത് കാണിക്കും. പിന്നെ ഫോൺ നമ്പേഴ്സും കാണിക്കും. പക്ഷേ ഇയാളുടെ കോൺടാക്ട് ലിസ്റ്റിൽ പേരില്ലാത്തതുകൊണ്ട് ഇയാൾക്ക് ആരാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇയാൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ നേരത്തെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈ അക്കൗണ്ട് നിങ്ങൾ പഴയ വാട്സപ്പ് അക്കൗണ്ടിൻ്റെ ഫോട്ടോ തന്നെ എടുത്തിടും. അതിനുശേഷം ഈ പ്രൊഫൈൽ, കാരണം ചിലപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മളെ പ്രൊഫൈൽ ഇമേജും ലാസ്റ്റ് സീനൊക്കെ കോൺടാക്ട്സിന് മാത്രം കാണാൻ വേണ്ടി നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ വേറെ ഓപ്ഷൻ ഉള്ളത് എവ്രി വൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ഇടാം. ഇവരെന്താണെന്ന് വെച്ചാൽ എവ്രി വൺ ആക്കിയിടും. അപ്പം നമ്മൾക്കൊരിക്കലും മനസ്സിലാവില്ല ഈ മെസ്സേജ് അയക്കുന്ന ആൾ വേറൊരാളെന്നുള്ളത്. എന്നിട്ട് ഇവരിപ്പോൾ അമൃതയ്ക്ക് അയച്ചതുപോലെ ഇവരുടെ റിലേറ്റീവ് ആണെന്ന് ഇപ്പോൾ ചാറ്റൊക്കെ വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും റിലേറ്റീവ്സ് ആണോ ബന്ധുക്കളാണോ അല്ലെങ്കിൽ സ്ഥിരം സംസാരിക്കുന്നവരാണോ എന്നൊക്കെ മനസ്സിലാവും. അവർക്കൊക്കെ ഇവർ ഇതേമാതിരി മെസ്സേജ് അയക്കും. പൈസ വേണമെന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്യുക എന്നുള്ളതാണ്. എടാ എൻ്റെ ഇതിനകത്ത് മെസ്സേജ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല, ഞാൻ നിൻ്റെ നമ്പർ വെച്ചിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതിൻ്റെ OTP ഒന്ന് നോക്കി പറയാമോ എന്ന് പറയും. നമ്മൾ എന്ത് ചെയ്യും, തിരക്കിനിടയിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ സ്റ്റുഡിയോയിലുള്ള തിരക്കിനിടയിൽ നമ്മൾ നോക്കണം ഇതാണ് OTP എന്ന് പറഞ്ഞാൽ നമ്മൾ കോപ്പിയും പേസ്റ്റ് ഇട്ട് കൊടുക്കും. നിങ്ങളുടെ വാട്സപ്പ് സമാനമായിട്ട് അവർ ഹാക്ക് ചെയ്തെടുക്കും. ഇങ്ങനെയാണ് സെക്കൻഡറി ലെവലിൽ നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ആവുന്നത്. ഇനി ഹാക്കായതിനു ശേഷം സംഭവിക്കുന്ന എന്താ കാര്യം, നിങ്ങൾ വാട്സപ്പ് ഹാക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പിന് വേണ്ടി നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു മെസ്സേജ് വരും. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് വർക്കിനിടയിലായിരിക്കും, നമ്മളെ വീട്ടിൽ അത്യാവശ്യം ചിലപ്പോൾ ഡാഡിയുടെ ഒരു മെസ്സേജ് വരുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡാഡിക്ക് അയക്കുന്ന പോലെ ഒരു മെസ്സേജ് ചെല്ലുന്നു, എനിക്ക് കുറച്ച് പൈസ വേണം, എൻ്റെ അക്കൗണ്ട് വർക്ക് ചെയ്യുന്നില്ല. ഈ എൻ്റെ അക്കൗണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്നൊരാൾ പറയുന്നിടത്ത് നിങ്ങൾ സംശയിച്ച് തുടങ്ങണം. അതൊരു പ്രിക്കോഷനാണ്, പ്രിവെൻഷനാണ്. ഒരാൾ നിങ്ങളോട് പറയുകയാണ് ആ OTP ഒന്ന് എനിക്ക് തരുമെന്ന് പറയുന്നിടത്ത് നിങ്ങൾ അപ്പം തന്നെ സംശയിക്കണം, ഈ OTP ഞാൻ കൊടുക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ തന്നെ അയാൾ ഫോൺ വിളിച്ച് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരെ ഇപ്പോൾ നിങ്ങളുടെ ഡാഡിയാണ്, അങ്കിളാണ്, അമ്മയാണ്, ഭാര്യയാണ്, സുഹൃത്താണ്, സഹോദരനാണ്, മക്കളാണ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതെങ്കിൽ അവരപ്പം തന്നെ ഫോണിൽ വിളിക്കുക. വാട്സാപ്പിലല്ല വിളിക്കേണ്ടത്, സാധാരണ ഫോണിൽ വിളിക്കുക. അല്ലെങ്കിൽ ഇവർ ചെയ്തൊരു വീഡിയോ കോൾ വിളിക്കാൻ ശ്രമിക്കുക. വിളിച്ചിട്ട് അവരോട് വെരിഫൈ ചെയ്യുക ഈ മെസ്സേജ് നീ അയച്ചതാണോ എന്നുള്ളത്. പലരും എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജ് അയക്കുന്നത് വെരിഫൈഡ് ഒന്നും ചെയ്യില്ല. അവരയക്കുന്ന നമ്പറിലേക്ക് എൻ്റെ UPI വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയും. UPI വർക്കില്ല എന്ന് പറയുന്നത് രണ്ടാമത്തെ സിഗ്നലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആദ്യം OTP ചോദിച്ചു, അതൊരു സിഗ്നലാണ്. മറ്റൊരു സിഗ്നലാണ് എൻ്റെ UPI വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് വേറെ അക്കൗണ്ടിലേക്ക് അയച്ചു തരുമെന്ന് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ സിഗ്നലാണ്. അപ്പോൾ തന്നെ വിളിക്കുക, എന്താ നീ ഇങ്ങനെ ചോദിച്ചത്, നിൻ്റെ ബാങ്ക് അക്കൗണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് എന്താ കാര്യമെന്ന് വിളിച്ച് ചോദിക്കുക. അപ്പോഴും നിങ്ങൾക്ക് ഇതിനെ ഒഴിവാക്കി വിടാം. നിങ്ങൾ അബദ്ധത്തിൽപ്പെട്ടു, ഈ കാശ് അയച്ചു കൊടുത്താൽ ഉടൻ തന്നെ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് പലപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ അറിയില്ല, സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു നമ്പറിലേക്ക്, അവരുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുക. നിങ്ങളുടെ ബാങ്കിന് ആ നമ്പർ ഉണ്ടാവും, ആ നമ്പറിലേക്ക് വിളിച്ച ഉടൻ തന്നെ പറയുക. അതിൻ്റെ അടിയിലൊരു നമ്പറുണ്ട്, ഈ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത് നിങ്ങളല്ല എങ്കിൽ ഈ നമ്പറിലേക്ക് ഉടൻ റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞൊരു മെസ്സേജ് നിങ്ങൾക്ക് വരും. ആ നമ്പറിലേക്ക് വിളിച്ച് റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം നിങ്ങൾ അയച്ചിട്ടുള്ള എമൗണ്ട് ഏത് അക്കൗണ്ടിലേക്കാണോ പോയിരിക്കുന്നത് ആ അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻസ് ഫ്രീസ് ചെയ്യാനായിട്ട് ബാങ്കുകൾക്ക് പറ്റും. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് വരെ അതിൻ്റെ സമയമുള്ളൂ. ഉടൻ തന്നെ ഇവർ ATM വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പൈസ പോകും. ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ നടത്തുമെന്ന് നിങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ മെസ്സേജിൽ വരുന്ന നമ്പറിൽ വിളിച്ച് പറയുക, കൂട്ട് ചെയ്യുക, ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു, അത് ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ ആണ് എന്ന് പറയുക. അവർ അത് ഫ്രീസ് ചെയ്യാനുള്ള ഒരു നടപടി നടത്തും. ഇനി മൂന്നാമത്തേതാണ് ഏറ്റവും ഭീകരമായ അവസ്ഥ.
അതായത് നിങ്ങളുടെ വാട്സാപ്പ് അക്കൗണ്ട് ഇവർ വളരെ പെട്ടെന്ന്, കാരണം ഇത് മാനുവലി ടൈപ്പ് ചെയ്ത് അയക്കുന്നതൊന്നും അല്ല, ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലൂടെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. വാട്സാപ്പിൻ്റെ മെസ്സേഞ്ചറിലൂടെ നിങ്ങളുള്ള എല്ലാ കോൺടാക്ട്സിനും ഒരേ സമയം മെസ്സേജ് പോകും. അല്ലാതെ ഒരാൾക്ക് അയച്ചു പൈസ കിട്ടി, അടുത്ത ആൾക്ക് അയച്ചു പൈസ കിട്ടി, ഇങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്. ഒരേ സമയം ആ ലിസ്റ്റിലുള്ള എല്ലാവർക്കും ഓട്ടോമേറ്റഡ് ആയിട്ട് മെസ്സേജ് പോകും, ഒരേ രീതിയിലുള്ള മെസ്സേജ് പോകും. ഇനി ഇത് നിങ്ങളുടെ ബന്ധുക്കൾ അതിന് നിങ്ങൾ പരാതിപ്പെടില്ലായിരിക്കാം, പക്ഷേ ഇവർ ഈ നമ്പർ ഉപയോഗിച്ചിട്ട് വേറെ എന്തെങ്കിലും ബിസിനസ് തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ അവർ ആ ബിസിനസ് തട്ടിപ്പ് നടത്തുന്നത് നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ തട്ടിപ്പിൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളും ഭാഗഭാഗം. ഇവർ കഴിഞ്ഞിട്ട് ആ തുക്കട ഫോണാരും കയ്യിലുള്ള ആ ഫോണും വലിച്ചെറിഞ്ഞ് കളയും, സിമ്മും വലിച്ചെറിഞ്ഞ് കളയും, ഇവരവരെ പാട്ടിന് പോകും. പെടാൻ പോകുന്ന നിങ്ങളാണ്. പിന്നെ നിങ്ങൾ വേണം ഇത് പ്രൂവ് ചെയ്യാനായിട്ട്. എൻ്റെ ഇത് അക്കൗണ്ട് ഹാക്കായതാണ്, വേറെ ആരും ഉപയോഗിച്ചതാണ്, പറ്റിച്ചതാണെന്ന് പറഞ്ഞാലും ഈ കാലഘട്ടത്തിൽ പലരും ഒരു എസ്കേപ്പിസമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് അവരും വിശ്വസിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒന്ന് നിങ്ങളുടെ തന്നെ അക്കൗണ്ട് ഹാക്കാകും, പിന്നെ നിങ്ങളുടെ നിന്ന് പൈസ കെട്ടിയെടുക്കും, നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ട് ആളുകൾ സാമ്പത്തിക തട്ടിപ്പ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ക്രിമിനലായിട്ടുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റിക്ക് വേണ്ടി ഫോണിൽ നിന്ന് ഫോട്ടോസ് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനമാണെങ്കിൽ നിങ്ങൾ കുടുങ്ങിയത് തന്നെ. ഇതൊക്കെ പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് മുട്ടം പണിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ അടുത്തേക്ക് ഏത് രീതിയിൽ OTP ചോദിച്ചൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കാതിരിക്കുക. OTP ഒരു കാരണവശാലും കൊടുക്കരുത് ചോദിച്ചു കഴിഞ്ഞാൽ. ഇനി നിങ്ങളുടെ സുഹൃത്താണത് ഒരു കാര്യം ചോദിക്കുന്നതെങ്കിൽ അയാൾ ഉടൻ തന്നെ നമ്മുടെ സാധാരണ ഫോൺ നമ്പറിൽ വിളിക്കുക, വാട്സപ്പിൽ വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയച്ച് ചോദിച്ച് വെരിഫൈ ചെയ്യുകയോ ചെയ്യരുത്. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആയാലും, ഇൻസ്റ്റാഗ്രാമിലും ഹാക്ക് ചെയ്യുന്നൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തിൻ്റെ നമ്മൾക്കൊരു മെസ്സേജ് വന്നു, ഇങ്ങനെ ഒരു ലിങ്കിൽ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ വോട്ട് ചെയ്യില്ലേ, നേരെ പോയിട്ട് ആളെ വിളിച്ചു ചോദിക്കൂ എന്താ സംഭവം എന്നുള്ളത്. വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞു അയാളുടെ അക്കൗണ്ട് ഹാക്കായതാണ്. ഇതേമാതിരി നമ്മൾ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട്, അതേപോലെ വാട്സപ്പ് അക്കൗണ്ടൊക്കെ, പ്രത്യേകിച്ച് OTP വെരിഫിക്കേഷനുള്ള അക്കൗണ്ടുകൾ, ഫോൺ നമ്പർ ഉപയോഗിച്ച് സൈനപ്പ് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകൾ, ഇതൊക്കെ ഹാക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇത്തരം രീതികളുണ്ട്. അങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ടതിന് ശേഷം അവർ അയക്കുന്ന മെസ്സേജ് ആയിരിക്കും. അതുകൊണ്ട് നേരിട്ട് തന്നെ വിളിച്ച് വെരിഫൈ ചെയ്യാൻ ശ്രമിക്കുക. പൈസ ചോദിച്ചാൽ ഉടൻ തന്നെ അയച്ചു കൊടുക്കരുത്. ഇപ്പോൾ റീസെൻ്റായിട്ട് എനിക്ക് വന്ന കോള്, എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഹോസ്പിറ്റലൈസ്ഡായി, ഞങ്ങൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെന്ന് പറയുന്നു. ഈ ഹോസ്പിറ്റലിൻ്റെ അക്കൗണ്ട് നമ്പർ ഇതാണ്, ഇതിനകത്തേക്ക് അഡ്വാൻസ് പൈസ അയക്കണം, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അയക്കുമെന്ന് ചോദിച്ചിട്ടാണ്. ഞാൻ ഏത് ഹോസ്പിറ്റലാണെന്ന് ചോദിച്ചു. അതിനുശേഷം ആ ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർ ഏത് ഹോസ്പിറ്റലാണെന്ന് ചോദിച്ചപ്പോൾ തന്നെ മെസ്സേജ് വരാൻ കുറച്ച് വൈകി. അത് കഴിഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ പേര് വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു ചോദിച്ചു. അവിടെ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. നമ്മളിത് കണ്ട ഉടൻ തന്നെ ഹോസ്പിറ്റലിൻ്റെ അക്കൗണ്ടാണ്, പെട്ടെന്ന് എമർജൻസി ആണല്ലോ എന്ന് വിചാരിച്ച് പൈസ അയച്ചു കൊടുക്കും, പൈസ പോയത് തന്നെ. അപ്പോൾ ഹാക്കർമാരുടെ പ്രധാനപ്പെട്ട പരിപാടിയാണ്, ഒന്ന് നിങ്ങളുടെ ആക്ടിവിറ്റി മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുക, ആ മെസ്സേജിലൊരു എമർജൻസി സൃഷ്ടിക്കുക. ഇങ്ങനെ എമർജൻസി ഉണ്ടാകുമ്പോൾ, OTP ചോദിക്കുമ്പോൾ, മെസ്സേജ് അയച്ച് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുന്ന അലേർട്ടാണ്, അത് ഉപയോഗിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു റിയാക്ഷൻ വീഡിയോ അല്ല, ഇത് ആർക്കെങ്കിലും ഉപകരിക്കുമെന്ന് കരുതി ചെയ്യുന്നൊരു സംഭവമാണ്. ഇതിൻ്റെ പിന്നാലെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടക്കുന്നത്. 45,000 രൂപയുടെ കാര്യമാണ് നടന്നതെങ്കിൽ ഒരുപാട് പേരുടെ ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഈ വാട്സാപ്പ് ഹാക്കിങ്ങിലൂടെ നടക്കുന്നത്. നിങ്ങളതിൽ പെടാതിരിക്കട്ടെ. അതുകൊണ്ട് പരമാവധി ആളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കുക, നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ. മറ്റൊരു വിഷയത്തിലെ പ്രതികരണങ്ങളൊക്കെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.